മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 0488423266. ജീവിതത്തിൽ രണ്ടാം ജന്മം കിട്ടിയ പോലെ നെടുവീർപ്പുകളുമായി ജെയിൻ കുര്യൻ ജന്മനാട്ടിൽ തിരിച്ചെത്തി. കഴിഞ്ഞ 8 മാസം മുമ്പാണ് വടക്കാഞ്ചേരിക്കടുത്ത കുറാഞ്ചേരി തെക്കേ മുറിയിൽ ജെസി കുര്യൻ ദമ്പതികളുടെ മകൻ ജെയിൻ കുര്യൻ റഷ്യയിലെ ഉക്രൈൻ യുദ്ധഭൂമിയിൽ ചെന്നുപെട്ടത്. യുദ്ധത്തിനിടെ സുഹൃത്ത് തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ വെടിയേറ്റ് മരിച്ചു. വിറങ്ങലിച്ച് കമിഴ്ന്നു കിടന്നിരുന്ന മൃതദേഹം മറച്ചിട്ട് നോക്കിയപ്പോഴാണ് മരിച്ചത് സുഹൃത്ത് ബിനിലാണെന്ന് മനസ്സിലായതെന്ന് ജെയിൻ പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ ആ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. തിരിച്ചു വരാൻ കുറേ പേര് സഹായിച്ചു. കുറേ പേരുടെ സഹായം കൊണ്ടാണ് തിരിച്ചെത്തിയത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. സഹായിച്ച എല്ലാവർക്കും കുറേ പേരുണ്ടായിരുന്നു. എല്ലാവരും പേര് പറഞ്ഞ് ഒത്തിരി പേരുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. തിരിച്ചെത്താൻ സഹായിച്ചതിന്. എത്താൻ പറ്റുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു. അവിടുന്ന് തിരിച്ചെത്താൻ പറ്റി. ഒരുപാട് നന്ദി എല്ലാവർക്കും. ഇന്നലെ എപ്പോഴാണ് റിലീസായത്? ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ വൈകിട്ടായിരുന്നു റിലീസായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് റിലീസായി. എന്നിട്ട് എയർപോർട്ടിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമ്പിലേക്ക് പോകാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എംബസിയും മലയാളി അസോസിയേഷനും സഹായിച്ചു. അതുവഴി നേരെ എയർപോർട്ടിലേക്ക് വന്നിട്ട് അങ്ങനെ വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തീരുമാനമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കൊണ്ടുപോകുന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരിച്ചവിടേക്ക് തന്നെ യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയെന്ന് അവിടെ നിന്ന് മലയാളി സമാജത്തിൻ്റെ ആൾക്കാരായിരുന്നു ചെയ്തത്. യാത്രാ സൗകര്യമൊക്കെ അവർ ഏർപ്പെടുത്തി തരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റും അവർ തന്നെയായിരുന്നു അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒരുമിച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 2 ടീമായിട്ട് അവരിനെ പുള്ളീനെ മാറ്റുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തുനിന്ന്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു ഞാൻ പുള്ളിയുടെ മൃതദേഹം കണ്ടത്. രാവിലെ കണ്ടപ്പോൾ ബോഡി മുഴുവൻ മരവിച്ച് കിടക്കുകയായിരുന്നു. റോഡ് സൈഡിലല്ല, ഒരു കാട് പോലത്തെ ഏരിയ ആയിരുന്നു. അവിടെ കാണുക ചെയ്ത് കമന്ന് കിടക്കുകയായിരുന്നു. ഞാൻ നേരെ മലത്തിട്ടിട്ട് നോക്കിയപ്പോഴായിരുന്നു ആളായിരുന്നു. ഇതിനിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ഡ്രോൺ വന്നിടിച്ച് അപകടം സംഭവിച്ച ജെയിനിനെ മോസ്കോവിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വീണ്ടും സൈനിക ക്യാമ്പിലേക്ക് മാറ്റാൻ ശ്രമം നടന്നു. കരാർ കാലാവധി പുതുക്കി വീണ്ടും സൈന്യത്തിൽ ചേർക്കാനായിരുന്നു ശ്രമം. ജെയിൻ വീട്ടിലെത്തുന്ന വിവരമറിഞ്ഞ് വലിയ ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയിരുന്നു. കഴിഞ്ഞ 8 മാസമായി ഊണും ഉറക്കവുമില്ലാതെ മകന്റെ ഓർമ്മകൾ മാത്രം മനസ്സിലിട്ട് നടന്നിരുന്ന ജെയിനിനെ ഒരു നോക്ക് കണ്ടപ്പോൾ സങ്കടം സഹിക്കാനാകാതെ പെറ്റമ്മ പൊട്ടിക്കരഞ്ഞു. ഇന്ത്യൻ എംബസിയും മലയാളി സമാജവുമാണ് തന്റെ മോചനത്തിനായി മുഖ്യ പങ്ക് വഹിച്ചതെന്ന് ജെയിൻ പറഞ്ഞു. തന്റെ മോചനത്തിനായി പ്രവർത്തിച്ചവരോടും പ്രാർത്ഥിച്ചവരോടും ജെയിൻ നന്ദി പറഞ്ഞു. കഴിഞ്ഞ നിയമസഭ നടക്കുമ്പോഴാണ് ജയിലിൻ്റെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ നിരന്തരമായ ഇടപെടൽ വിദേശകാര്യ മന്ത്രാലയത്തിലും എംബസിയിലും ഉണ്ടാവുക. ബഹുമാനപ്പെട്ട MP, MLA എന്ന രീതിയിൽ ഞങ്ങൾ നിരന്തരമായി കത്തുകൾ കൊടുത്തിട്ടുണ്ട്. എംബസിയുടെ ഇടപെടൽ സംസ്ഥാന ഗവൺമെൻറ് ജയിനും മറ്റേ ഇയാൾ മാത്രമല്ലല്ലോ, വേറെയും ആളുകളുണ്ട്. സ്വാഭാവികമായി അവരൊക്കെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ്. പുതിയ സാഹചര്യത്തിൽ നിയമാനുസൃതമല്ലാത്ത ഇത്തരം യാത്രകൾ ഇതിൻ്റെ അനുഭവത്തിൽ. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.